അത്താഴത്തിന്റെ സമയപരിധി, അതായത് നമ്മൾ നിയ്യത്ത് വെച്ച് രാത്രിയിൽ കിടക്കും. രാവിലെ എണീക്കാൻ വേണ്ടി എണീറ്റപ്പം ബാങ്ക് കൊടുക്കണം സമയത്ത്. അപ്പൊ അത്താഴം കഴിച്ച് ഹലോ, ചോദ്യം നിങ്ങളുടെ അത്താഴത്തിൻ്റെ സമയപരിധിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, നമ്മള് എപ്പോൾ രാത്രി മുതലാണ് നിയ്യത്ത് വെച്ച് തുടങ്ങുന്നത്? കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോ ബാങ്ക് കൊടുക്കുകയാണ്. ആ, അപ്പൊ അത്താഴം കഴിക്കാൻ പറ്റുമോ, എന്താ എങ്ങനെയാണെന്നാണ്. സമയപരിധി എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കുന്നു എന്നാണ് സംശയം. അതെ അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലൻ യുബയ്യിത്തി സിയാം ഫലാ സൗമ ലഹു ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഫജ്റിന് മുമ്പായി ഒരാൾക്ക് നിയ്യത്ത് ഇല്ല എങ്കിൽ അവന് നോമ്പ് ഇല്ല എന്നാണ്. അപ്പോൾ മഗ്രിബ് മുതൽ ഒരു ദിവസത്തിന് ആ സമയം ആരംഭിച്ചു, ഫജ്ർ വരെ അയാൾക്ക് അതിലുള്ള അവസരമാണ്, നിയ്യത്തുണ്ട്. ആ സമയത്തിനിടക്ക് നാളത്തെ നോമ്പ് നോൽക്കണം എന്ന് മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ അത് നിയ്യത്തായി. അത്താഴം കഴിക്കുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ്. ഒരാൾക്ക് നാളത്തെ നോമ്പ് നോൽക്കണം എന്ന നിയ്യത്തുണ്ടായി അയാൾ മനഃപൂർവ്വം അത്താഴം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ ഉറക്കം കൊണ്ടോ അയാൾക്ക് അത്താഴം കഴിക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്താൽ അതൊരിക്കലും അയാളെ നോമ്പിനെ ബാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അത്താഴം വേണ്ട എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ നോമ്പും അഹ്ലി കിതാബുകാരുടെ നോമ്പിനും ഇടയിലുള്ള വ്യത്യാസം അക്കലത്തു സഹർ, അത്താഴം കഴിക്കലാണ്. നിങ്ങൾക്ക് ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും അതിൽ അത്താഴം കഴിക്കണമെന്നും അതിൽ ബറക്കത്തുണ്ട് എന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ഒരാൾ ഉറങ്ങി എണീറ്റ് നോക്കിയപ്പോൾ ബാങ്ക് കൊടുത്തിരുന്നു എങ്കിൽ പിന്നീട് അയാൾക്ക് അത്താഴം കഴിക്കുവാനുള്ള സമയമില്ല. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, ഇരുട്ടിൻ്റെ കറുത്ത നൂലിൽ നിന്നും പ്രഭാതത്തിൻ്റെ വെളുത്ത നൂല് വേർതിരിയുന്നത് വരെ റസൂലുള്ള പറഞ്ഞു, ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അദ്ദേഹം കണ്ണ് കാണാത്ത ആളാണ്. അസ്ബഹത്ത ബാങ്ക് കൊടുക്കാൻ സമയമായി എന്ന് പറഞ്ഞാലാണ് അദ്ദേഹം ബാങ്ക് കൊടുക്കുക. അതുവരെ മാത്രമേ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ടല്ല ഉറങ്ങിപ്പോയ ഒരാൾക്ക് പിന്നെ ഉണർന്നപ്പോൾ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ സമയമായി എങ്കിൽ പിന്നീട് അയാൾക്ക് അത്താഴം കഴിക്കാൻ ഉള്ള അവസരമില്ല. അത്താഴമില്ലാത്ത നോമ്പ് ആയിരിക്കും അത്. അപ്പോൾ ഒരു മഗ്രിബിൻ്റെ സമയം മുതൽ തന്നെ ആ ഒരു സുബഹിൻ്റെ ബാങ്ക് വരെ അതിൻ്റെ ഇടയിലുള്ള സമയം അത്താഴത്തിനുള്ള സമയമാണ്. അവർ അത്താഴം സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലേ? അതുമാത്രമല്ല, അത്താഴം പരമാവധി പിന്തിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാൻ സാധിക്കും, അവർ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിനോട് ചോദിച്ചു, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചാൽ പിന്നീട് ഫജ്ർ നമസ്കാരത്തിന് എത്ര സമയമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഖദ്റ 50 ആയ 50 ആയത്ത് ഓതുന്ന സമയം വരെ ഒരു 10 മിനിറ്റോ ഒക്കെ ആണ് പിന്നീട് സമയമുണ്ടായിരുന്നത് എന്ന് പറയാം. അപ്പോൾ അത്താഴം കഴിച്ചൊരു 10 മിനിറ്റ് വരെ ഉണ്ടാവും പിന്നെ സുബഹി ബാങ്ക് കൊടുക്കാൻ എന്നാണ്. അതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ മഗ്രിബ് മുതൽ അല്ലെങ്കിൽ ഇശാ മുതൽ തന്നെ അത്താഴം കഴിക്കുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിൻ്റെ ഒരു ദിവസത്തിൻ്റെ നോമ്പിൻ്റെ സമയം തുടങ്ങുന്നത് എന്ന അർത്ഥത്തിലാണ് മഗ്രിബ് മുതൽ എന്ന് പറഞ്ഞത്. ഏറ്റവും അവസാനത്തിൽ അത്താഴം വൈകിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ രീതിയിൽ.